പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരും സുഖമായും സൗഖ്യമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ദൈവകൃപയാൽ സുഖമായും സൗഖ്യമായും ഇരിക്കുന്നു. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നിത്യജീവൻ പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഈ ലോകത്തിലെ ഈ യാത്ര കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടി ഒരു നിത്യജീവനുണ്ട്. നമുക്ക് അവകാശം വെച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ കൂടെ നിത്യകാലം വസിക്കുവാനായിട്ട് ആ നിത്യജീവന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഈ ഓട്ടക്കളത്തിൽ ഓടുന്നത്. ആ നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യണം? വിശുദ്ധ വചനം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ. അതിൽ ഒരു പ്രമാണി യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് ഒരു സംശയം ചോദിക്കുകയാണ്. അതിൻ്റെ 18 മുതൽ ഞാൻ വായിക്കാം. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അതാരാണ്? പിതാവായ ദൈവം. നമുക്ക് വേറെ ആരെ നല്ലവൻ ആയിരുന്നു എന്ന് അല്ലെങ്കിൽ നല്ലവൻ എന്ന് നമുക്ക് പറയാൻ അധികാരമില്ല. നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് പിതാവായ ദൈവം മാത്രം. ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവ ഒക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ കൽപ്പനകളെയും, മോശയ്ക്ക് കൊടുത്തിരുന്ന കൽപ്പനകളെയാണ് അവിടെ പ്രസ്താവിക്കുന്നത്. അതെല്ലാം ചെറുപ്പകാലം തൊട്ട് തന്നെ പ്രമാണിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു അതിന് കൊടുക്കുന്ന മറുപടിയാണ്, ഇനി ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കാം, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. വിറ്റാൽ മാത്രം പോരാ, ദരിദ്രന്മാർക്ക് വിറ്റ് പകുത്തു കൊടുത്താൽ മാത്രം പോരാ, അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കുക. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. അവൻ അത്രയും ധനവാനാണ്, അവന് വളരെ സമ്പത്തുണ്ട്, അവനൊരു പ്രമാണിയാണെന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അവൻ അത്രയും ധനവാനായതുകൊണ്ട് യേശുവിൻ്റെ മറുപടി കേട്ട് അവൻ അതീവ ദുഃഖിതനായി തീർന്നു. കാരണം അതവന് ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ്. അവൻ്റെ ധനത്തിനെ ഉപേക്ഷിക്കുവാൻ അവന് വയ്യ, അവന് മടിയാണ്. അത് കേട്ടിട്ട് അവൻ അതീവ ദുഃഖിതനായി തീർന്നു. യേശു അവനെ കണ്ട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. പ്രൈസ് ദി ലോർഡ്. അത് കണ്ടിട്ട് യേശുക്രിസ്തുവിന് അത് മനസ്സിലായി. യേശുക്രിസ്തു പറയുന്നത്, സമ്പത്തുള്ളവര് ധനവാനാകൊണ്ട് ആ സമ്പത്തുള്ളവര് സ്വർഗരാജ്യത്തിൽ കടക്കാൻ എത്ര പ്രയാസമാണ്, എത്ര ബുദ്ധിമുട്ടാണ്. അവർക്ക് അവരുടെ ധനം വിട്ട് മാറുവാൻ പറ്റുന്നില്ല. അവർക്കപ്പോൾ അതിലാണ് ആരാധന, ധനത്തിലാണ് അവരുടെ ചിന്തകൾ. നിന്റെ നിക്ഷേപം ഉള്ളവരടുത്ത് നിന്റെ ഹൃദയം ഇരിക്കുമെന്നാണ് വചനം പറയുന്നത്. അവന് അത് വിട്ടു മാറിപ്പോകുവാൻ അവന് പറ്റുന്നില്ല. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ധനവാൻ ദൈവരാജ്യത്തിന് അവകാശമാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത്. സൂചിക്കുഴ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവർക്ക് അത് മനസ്സിലാകും. വളരെ ബുദ്ധിമുട്ടാണ് അതിനകത്തൂടെ നമുക്ക് നൂല് കയറ്റിവിടാൻ. അതാണ് സൂചിക്കുഴ, അത്രയും ചെറുതാണ്. അതായത് ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒട്ടകം എന്ന് പറയുന്ന ആ വലിയൊരു ആനിമലിന്, ആ വലിയൊരു മൃഗത്തിന് സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എളുപ്പം എന്നാണ് യേശുക്രിസ്തു അതിന് അവിടെ പറയുന്നത്. ഇത് കേട്ടവർ, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്കാ കഴിയുന്നത്? രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് അവിടെ നിന്നവർ, ഇതൊക്കെ കേട്ടവർ ചോദിക്കുകയാണ് യേശുവിനോട്. അപ്പോൾ യേശു പറയണ, അതിന് അവൻ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കുവാൻ, നമുക്ക് ആ പ്രകാശനം ലഭിക്കുവാൻ നമ്മുടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കണം. നമ്മുടെ ആ കണ്ണുകളെ തുറന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം നശ്വരമാണ്, ഇതൊന്നും നമുക്ക് വേണ്ട എന്നൊരു തോന്നൽ നമുക്ക് വരും. തീർച്ചയായിട്ടും വരും.
പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ യഥാർത്ഥമായ വിശ്വാസത്തോടെ, യഥാർത്ഥമായ സ്നേഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ഈ ലോകത്തിൽ ഒന്നും ആ അപ്പച്ചനോടുള്ള സ്നേഹത്തിന് നമ്മളെ തുലനം ചെയ്യുവാൻ സാധിക്കുകയില്ല. ആ അപ്പച്ചനോടുള്ള സ്നേഹമാണ് നമുക്ക് വലുത്. നമുക്ക് ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ നിത്യജീവനെ പ്രാപിക്കുവാൻ ആ അപ്പച്ചനോട് കൂടെയുള്ള ജീവിതം എനിക്ക് മതി എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ജനിക്കും. പ്രിയമുള്ളവരെ, ആമേൻ. ആ അബ്രഹാമിൻ്റെ വിശ്വാസം അന്ന് ആ സമയത്ത് നമ്മൾക്ക് ഇപ്പൊ ഈ കാലത്ത് നമുക്ക് ഒരു വഴിക്ക് പോകണമെങ്കിൽ നമുക്ക് ഒത്തിരി സൗകര്യങ്ങളുണ്ട്. നമുക്ക് ആ വഴി നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് GPS ഇടാം, വേസ് ഇടാം, ഗൂഗിൾ മാപ്പ് ഇടാം. അങ്ങനെ പല പല മാധ്യമങ്ങളുണ്ട് നമുക്ക് വഴി കാട്ടിയായിട്ട്, അല്ലേ? പക്ഷെ അന്ന് പിതാവായ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നീ പിതൃദേശവും പിതൃഭവനവും വിട്ട് നീ ഇറങ്ങിത്തിരിക്കെ എന്ന് പറഞ്ഞപ്പോൾ സകലതും മറന്ന്, ഒന്നും ചിന്തിക്കാതെ, ഇടവും വലവും നോക്കാതെ സകല കന്നുകാലികളെയും മൃഗസമ്പത്തിനെയും സകല ധനങ്ങളെയും സകല സമൃദ്ധികളെയും സകലത്തിനെയും വിട്ട് കളഞ്ഞ്, എല്ലാം എനിക്ക് ഛേദമെന്നുണ്ടി സകലതും വിട്ട് കളഞ്ഞ് ആ പിതാവിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി വന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധ വചനത്തില്. ആ അബ്രഹാമിന്റെ വിശ്വാസത്തിൽ അബ്രഹാമാണ് നമ്മുടെ പിതാവ്. ആമേൻ. വിശ്വാസത്തിൽ അബ്രഹാം പിതാവായിരിക്കുമ്പോൾ സാറ മാതാവാണ്. അത് 1 Peter 3:6 പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ആ വിശ്വാസത്തോടെ നമ്മൾ മുന്നേറണം ഓരോ നിമിഷവും. അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്തിൽ ധനമൊന്നും നമുക്ക് ഒന്നുമില്ല, വേണ്ട എന്നൊരു ഫീലിംഗ് നമുക്ക് വരും. നമുക്കതൊന്നുമില്ല, ഏതുമില്ല എന്നുള്ളൊരു ഫീലിംഗ് വരും. അതിനാണ് പറയുന്നത് മനുഷ്യരാൽ അസാധ്യമായത്. അങ്ങനെ വിശ്വാസത്തിനെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ നമുക്കത് മനുഷ്യർക്കത് അസാധ്യമെന്ന് തോന്നുമ്പോൾ ദൈവം അതിനെ സാധ്യമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അബ്രഹാമിന് 100-ാം വയസ്സിൽ ദാനമായി കൊടുത്ത വാഗ്ദത്ത സന്തതിയെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല. ആ വിശ്വസിച്ചിറങ്ങിയ ആ പിതാവായ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യാഗം കഴിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന അബ്രഹാമിനെ നമ്മൾ കാണുന്നുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം അതിന്റെ 28-ാം വാക്യത്തിൽ മുതൽ പറയുന്നു, ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. സകലതും സ്വന്തമായി എന്ന് നമ്മൾ കരുതുന്ന സകലതിനെയും വിട്ട് നമ്മൾ നമ്മുടെ പിതാവായ ദൈവത്തെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസാണ് അവിടെ പറയുന്നത്. അവിടെ കൂടിയിരിക്കുന്നവരിലെ പത്രോസ് പറയുന്നു, യേശു അവരോട്, ദൈവരാജ്യം നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദൈവനാമത്തിൽ നിങ്ങൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്കതിന്റെ ഇരട്ടി പ്രതിഫലം നമുക്ക് പിതാവായ ദൈവം നമുക്ക് തരും. നമുക്കവിടെ നിത്യജീവനെ നിങ്ങൾക്ക് ലഭിക്കാതെ ഇരിക്കയില്ല എന്നാണ് വചനം പറയുന്നത്. ആ വചനം പറയുന്ന വാഗ്ദത്തം നമുക്ക് വിശ്വസിക്കാം. ആമേൻ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വഴിയിലിട്ടേച്ച് പോകുന്ന ദൈവമല്ല. അതോടൊപ്പം തന്നെ 1 തിമോത്തി 6:17 1 തിമോത്തിയോസ് 6:17 വാക്യത്തിൽ പറയുന്നു, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിക്കുവാൻ തരുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാനും. നിശ്ചയമില്ലാത്ത ധനം, നിശ്ചയമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഇത് മായയാണ്. സഭാപ്രസംഗി പറയുന്നുണ്ട്, സകലതും മായ, ഇന്ന് കാണും നാളെ കാണത്തില്ല. അങ്ങനൊരു മായയായ ലോകമാണിത്. അപ്പോൾ നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിക്കുവാൻ തരുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ലോകത്തിൽ കാണുന്ന സകല അനീതിയെ വിട്ടോടി വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുത്തുവാൻ, വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല പോർ പൊരുത്തി ആ നിത്യജീവനെ പ്രാപിക്കുവാനും വേണ്ടിയിട്ട് ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ് നാം ഓരോരുത്തരും. ഈ ഓട്ടക്കളത്തിൽ ഈ ഓട്ടം ഓടുമ്പോൾ നമ്മൾ ഓർക്കണം, സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. ആ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ വീണു പോന്നോ എന്ന് നോക്കുവാൻ ആ സാക്ഷികളുടെ സമൂഹം നമ്മളെ കാത്തിരിക്കുമ്പോൾ ഒരിക്കലും ഈ വിശ്വാസം വിട്ട് വീണു പോകാൻ അനുവദിക്കരുത്. ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ പൂർത്തി വരുത്തുന്നവനുമായ പിതാവായ ദൈവത്തിനെ
നോക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള ലാക്കിലേക്ക് ഓടാം. അങ്ങനെ നിത്യജീവനെ പ്രാപിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.